നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ തിരുമേനി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോണോന്നൊന്നുമില്ല. എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കണ്ടേ. 1-2 ദിവസത്തേക്ക് എനിക്ക് എവിടെയും പോകാനുള്ള അവസ്ഥയില്ല. നിനക്കെന്താ ഇവിടെ തിരക്ക്? ഒരു തിരക്കുമില്ല. സൂര്യ ഈ വീടിന്റെ അകം കണ്ടോണ്ട് മാത്രം ഇരിക്കുന്നു എന്ന് പറയുമ്പോ വല്ലാത്ത വീർപ്പുമുട്ടല എല്ലാവർക്കും. നിന്റെ പ്രവൃത്തികളെ കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കുന്നവനാ ഞാൻ. പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി, ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ കാർന്നോമാരായിട്ട് പോലും പൊറുക്കില്ല. എനിക്കത് തീരെ പറ്റില്ല. പ്രിയങ്കയോട് നിനക്ക് എന്താ വിരോധം? എന്താ കാരണം? അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛ, കണിമംഗലത്തിന് നീ യോഗ്യല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അച്ഛൻ പറഞ്ഞ ഒരു പരാതിയില്ലാതെ ഞാൻ പോയിക്കോളാം. ഈ അഭിനയം നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വരുൺ, അഹങ്കാരം കാണിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയാം. പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താ പറയുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, എല്ലാം നിമിഷ നേരത്തിനുള്ളെന്ന്. അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും ഒക്കെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മുണ്ടും ഷർട്ടും എടുത്ത് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും പറയില്ലായിരുന്നു. കാരണം എല്ലാം സഹിക്കുന്ന കൂട്ടത്തില് ഇതും കൂടി അങ്ങ് സഹിച്ചാ മതിയായിരുന്നല്ലോ. പോട്ടെ മോളെ, അവന്റെ മനസ്സ് പതുക്കെ പതുക്കെ ശരിയായി വരുന്നുണ്ടത് നീ അമ്മയോട് പറഞ്ഞല്ലേ? അതെ അമ്മ. പക്ഷെ മോളെ, കണിമംഗലത്തേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവളെ ഈ വീട്ടിലെ അവകാശിയാക്കിക്കൊണ്ട് തന്നെയാ. നീ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ അവകാശി തന്നെയാ. വരുണിന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നാലും അച്ഛനും അമ്മയും നിനക്ക് നൽകുന്ന സ്ഥാനം മാറില്ല. എല്ലാം നമുക്ക് പരിഹരിക്കാം മോളെ. വാ. ശരി മോളെ. മാത്രം താൻ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നോ അത്രയ്ക്ക് ഞാൻ ഇവരുടെ മനസ്സിൽ പിടിച്ചു കയറും. നോക്കിക്കോ. മുമ്പരച്ചിട്ടിരുന്ന കുഴമ്പിനി നിർത്തിക്കൊള്ളൂ. ഇനി മുതൽ ഇതാണ് ഇടേണ്ടത്. കൂട്ടുകാൻ എഴുതിത്തരാം.
തിരുമേനിക്ക് എന്താ തോന്നുന്നത്? ചികിത്സിച്ചിട്ട് ഭേദമുണ്ടോ? സൂര്യക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ആയുർവേദത്തിന് ഫലം കിട്ടാൻ ഒരു കാലാവധിയുണ്ട്. ചികിത്സ കുറച്ചുനാൾ തുടരേണ്ടി വരും. ഇപ്പോഴത്തെ സൂര്യയുടെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്താ സൂര്യ, അങ്ങനെ തോന്നുന്നില്ലേ? ഉണ്ട്. ചില നേരത്ത് കാലിലെ ഞരമ്പുകൾക്കൊക്കെ വല്ലാത്തൊരു പിടുത്തം. ഒന്ന് എഴുന്നേറ്റ് നിന്നാലൊന്നൊരു തോന്നൽ വരും. പക്ഷേ നല്ല ലക്ഷണമാണ്. വേറെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ തിരുമേനി? പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. പക്ഷെ ഏറ്റവും പ്രധാനം സൂര്യയുടെ മാനസികാവസ്ഥയാണ്. ഈ വീടിനകത്ത് കാഴ്ചകളും കണ്ട് അടച്ചുമൂടിയിരിക്കുന്നത് ഒരു ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമുള്ള കാര്യമല്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ദൂരെ വേറെ വീടുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ എവിടേക്കെങ്കിലും മാറി നിൽക്കണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്ക്. മനസ്സിനൊരു ഉല്ലാസം വരട്ടെ. കുഞ്ഞുനാൾ മുതലേ സൂര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാ അല്ലേ? കൽപ്പനെ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ഇനിയുള്ള ദിവസങ്ങളില് നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലുമൊക്കെ പോ. ബിജുവിനെ കൂട്ടിക്കോ. അപ്പോ സഹായത്തിന് ആളുണ്ടാവുമല്ലോ. ആ, തിരുമേനി ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ആലോചന തീരുമാനം എടുക്കാം. എന്നാ പിന്നെ പരമേശ്വരൻ സാർ വരുമ്പോ പറഞ്ഞേക്കുക. ഞാൻ ഇറങ്ങുന്നു. അടുത്ത ആഴ്ച വരാം. ശരി. അപ്പൊ പറഞ്ഞ പോലെ. ചികിത്സയിൽ വീഴ്ചയൊന്നും വന്നില്ലല്ലോ അല്ലേ കുട്ടി? ഇല്ല, എല്ലാം നന്നായി തന്നെ നോക്കുന്നുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വൈദ്യനോളം തന്നെ പ്രാധാന്യമുണ്ട് പരിചാരകനും. നിഷ്ഠ തെറ്റിക്കാതെ എല്ലാം ചെയ്യുക. ആ, ശരി. ശരി. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ. തിരുമേനി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോണോന്നൊന്നുമില്ല. എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കണ്ടേ? 1-2 ദിവസത്തേക്ക് എനിക്ക് എവിടെയും പോകാനുള്ള അവസ്ഥയില്ല. നിനക്കെന്താ ഇവിടെ തിരക്ക്? ഒരു തിരക്കുമില്ല. സൂര്യ ഈ വീടിന്റെ അകം കണ്ടോണ്ട് മാത്രം ഇരിക്കുന്നു എന്ന് പറയുമ്പോ വല്ലാത്ത വീർപ്പുമുട്ടല എല്ലാവർക്കും. ഒരു കുറവുമില്ലാതെ ഞാനും അതേ അവസ്ഥയില. പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണ്ടേ? സൂര്യ 2 ദിവസം കഴിയട്ടെ. എന്റെ ചികിത്സയുടെ കാര്യത്തില് 1% പോലും കൽപ്പനയ്ക്ക് പ്രതീക്ഷയില്ല. പിന്നെ അയാൾ ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.